നമസ്കാരം. നമ്മൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പരിതപിക്കാറുണ്ട് പലപ്പോഴും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു 5 വർഷം മുമ്പേ, ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒക്കെ മുന്നേ നമുക്ക് വന്ന സമയത്ത്, പ്രതിസന്ധികൾ വന്ന സമയത്ത് നമ്മളതിനെ ഒരുപാട് വിഷമത്തോടെ കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇന്ന് നമ്മൾ പിന്തിരിഞ്ഞൊന്ന് നോക്കുന്ന സമയത്ത് അന്ന് വന്ന പ്രശ്നങ്ങൾ ശരിക്ക് ഇന്ന് അനുഗ്രഹമായിട്ടാണ് ഉണ്ടായിരിക്കുക. നല്ല രീതിയിലൊരു പാർട്ട്ണർഷിപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ട്ണർഷിപ്പിലെ ആ ഒരു പാർട്ട്ണർ നമ്മളെ ചതിച്ചോ വഞ്ചിച്ചോ നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നല്ലൊരു ജോലിക്കാരൻ നമുക്കുണ്ടാവും. ആ ജോലിക്കാരൻ നമ്മളിൽ നിന്നും വേറെ സ്ഥാപനം തുറന്നു പോവുകയും ചിലപ്പം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കൊണ്ടുപോവുകയും ഇതിൽ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോവുകയും ഒക്കെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ബിസിനസ്സിനല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ വല്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും സംസാരിക്കുകയും എല്ലാവരും ചെയ്യാറുണ്ട്. എന്തിനാ ഇങ്ങനെ ഈശ്വരനുണ്ടോ, ഈശ്വരനില്ല, ഇനി അമ്പലത്തിൽ പോകുന്നില്ല, അല്ലെ പള്ളിയിൽ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ നമ്മളത് ചിന്തിക്കുമ്പോൾ അന്ന് തന്ന പ്രതിസന്ധി, അന്ന് തന്ന പ്രശ്നം, അതിനേക്കാൾ നല്ലത് ഒന്ന് നമുക്ക് നീട്ടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പ്രതിസന്ധി വന്നത്. അങ്ങനെ പല ആൾക്കാർക്ക് പല അനുഭവങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. അന്ന് നമ്മൾ അവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇന്നത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആയിരുന്നു ആ പ്രതിസന്ധികൾ വന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവായി നിൽക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് വന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിനെ അതിജീവിച്ച് നമുക്കതിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല അവസരങ്ങൾ പിന്നെ നമ്മൾ തേടി വരുന്നു. അത് നമുക്ക് ചെയ്ത് വെക്കേണ്ടത്, നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേണിങ്സ് ആക്കി ഈ സംഭവങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ആ ലേണിങ്സ് നമുക്ക് ആ പഠനങ്ങൾ പിന്നെ വരുന്ന സാധ്യതകളെ, സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതായിട്ട് കാണാം. നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. പ്രതിസന്ധികൾ വരികയാണെങ്കിൽ അതിനെ കൂടി തരണം ചെയ്ത് കൊണ്ടുപോയാലേ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറാവുകയാണ് വേണ്ടത്. പല പല പ്രശ്നങ്ങളുണ്ട് നമുക്ക് മുന്നിൽ, ഇനി വരാനുണ്ട്, ഇല്ല ഇപ്പം നടന്നിട്ടുണ്ടാവും. പക്ഷേ അതിലേക്ക് നമ്മൾ പോസിറ്റീവായി കണ്ടിട്ട് അതിനുള്ള പഠനമായിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ആ സമയത്ത് ആ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളായിട്ട് ഇപ്പം നമ്മൾ കാണാതെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നല്ലൊരു ഭാവി നമുക്ക് മുന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.